ഹായ് സോൾസ്, സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് ആണ്. ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചതാണ് കാർഡ്. ഒന്നും കൂടി ഷഫിൾ ചെയ്യണമെങ്കിൽ ഷഫിൾ ചെയ്യാം. ഒരു കുട്ടി ചോദിച്ചിരുന്നു, നിങ്ങൾ ഷഫിൾ ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഞാൻ ഷഫിൾ ചെയ്യും. ഇതിന് മുമ്പ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഷഫിൾ ചെയ്യാറുണ്ട്, എന്നിട്ടേ ഞാൻ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റിലെ കാർഡ് വന്നിരിക്കുന്ന എംബറാണ്. സെക്കൻഡ് കാർഡ് ടവർ. തേർഡ് കാർഡ് 5 ഓഫ് സോൾസ്. നെക്സ്റ്റ് കാർഡ് 9 ഓഫ് പെൻറ്റിക്കിൾ. അതിൻ്റെ നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് വാൻസ്, 7 of Pentacle and 4 of Cups. Lovers. Bottom of deck Judgment and Queen of Pentacle. കാണുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് റീഡിലേക്ക് തുടങ്ങാം. ഫസ്റ്റ് കാര്യം നിൽക്കുന്നത് എംബറാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മെച്യൂരിറ്റി പവറുള്ളൊരു പേഴ്സണാണ്. അതേപോലെ തന്നെ അവർ ഭയങ്കര ഈഗോയിസ്റ്റിക് പേഴ്സണാണ്. നിങ്ങളുടെ ജീവിതത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ടവർ മൂമെൻറ്റ്, അതായത് ടവർ മൂമെൻറ്റ് ചിലരിതിൽ നടക്കുന്നുണ്ടായിരിക്കാം നൗ, ചിലത് വരാനുള്ള സംഭവങ്ങളായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ ആരാണോ വാച്ച് ചെയ്യുന്നത് അത് ലേഡി ആയിരിക്കും, അല്ലെങ്കിൽ ജെൻസ് ആയിരിക്കും. അവർ ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് പവർ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത്. അതായത് ഏറ്റവും കൂടുതൽ നല്ലപോലെ നല്ല ഭംഗിയും സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. അതേപോലെ തന്നെ സ്വന്തം കാലിൽ അധ്വാനിക്കുന്നതും സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് അവർ കാണുന്നത്. നിങ്ങൾ ഭയങ്കര പ്രൗഡ് ഒരു വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത്. അതേപോലെ തന്നെ അവർ പേജ് ഓഫ് വാൻസ് ആണ്. നിങ്ങളിൽ തിരിച്ചു വരണം, നിങ്ങളാണ് അവർ നോക്കി നിൽക്കുന്നത്. അവർ ഇതിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ ഈ പ്രണയത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ അത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് തിരികെ കിട്ടണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ആരെന്ത് കപ്പ് ഓഫർ ചെയ്തിട്ടും കാര്യമില്ല, എനിക്ക് ആ ഒരു വ്യക്തിയെ തന്നെ വേണം എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു കാർഡിനെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും ഉണ്ട്. അല്ലാതെ ആത്മപരിശോധനൻ്റെ ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ട്. അയാൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തികഞ്ഞാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ ദ ലവേഴ്സ് എന്ന കാർഡ് വന്നിരിക്കുന്നത് പ്രണയത്തിൻ്റെ കാർഡാണ്. ഡിവൈൻ കണക്ഷനാണ്. ഒരു ഡിവൈൻ ആത്മബന്ധമുള്ളൊരു കണക്ഷൻ കൂടിയായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അവർ. നിങ്ങളെപ്പറ്റി നല്ല ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. നിങ്ങളൊരു ക്യൂനാണെന്നും ഒരു പ്രേഷ്യസ് ആണെന്നും ഒരു കിങ് ആണെന്നും അങ്ങനെയൊക്കെ ഓരോ ഉള്ളിലൊരു ധാരണ ഉണ്ട്. നിങ്ങളടുത്തേക്ക് വരണമെന്നുണ്ട്, സംസാരിക്കണമെന്നുണ്ട്, കാര്യങ്ങൾ തുറന്ന് പറയണമെന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇന്ന് വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അവർ എന്തോ ഒരു കാര്യത്തിൽ മൈൻഡ് ചെയ്യാത്തതിന് അവരൊരു ഖേദിക്കുന്നുണ്ട്. എന്തോ ഒരു വിഷമഘട്ടത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങളിലോ അവർ നിങ്ങളെ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതിലവർ നല്ല ഖേദിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുടുംബ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാട്ടവർ എന്തെങ്കിലും കാര്യത്തിലായിരിക്കാം. അതിലവർ നിങ്ങളോട് വല്ലാതെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ നിങ്ങൾ വന്ന് സംസാരിക്കാനോ നിങ്ങളെ വന്ന് കാണാനോ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനുള്ളൊരു ഖേദം അവരുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ഇതിൽ നിന്നും ഒരു 3 കാർഡ് എടുക്കട്ടോ. നൈറ്റ് ഓഫ് സോൾസാണ് വന്നിരിക്കുന്നത്. 6 ഓഫ് വാൻസാണ് വന്നിരിക്കുന്നത്. ദ സ്റ്റാർ. ഇതിലും ബോട്ടം ഓഫ് ദ മൂണാണ്. നിങ്ങളൊരു നല്ല ഇമോഷൻ കണക്ഷൻ ഉണ്ടാവുമായിരിക്കും അവർക്ക്. അതായത് കിങ് ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ അവർ മുട്ടുമടക്കി നിൽക്കണം, നിങ്ങളിൽ അവർ വന്ന് മാപ്പ് അപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളിൽ വന്നിട്ട് എന്താ പറയുക അടിയറ ഉറപ്പിക്കണമെന്നോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ മനസ്സിലുണ്ട് അവർക്ക്.
നിങ്ങളിൽ വന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് നിങ്ങളവർക്ക് ഭയങ്കര സ്നേഹവും ഇഷ്ടമൊക്കെയാണ്. ഓക്കെ, 6 ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ അതിലൊരു വിജയം വേണം, നിങ്ങളിലൊരു വിജയം വേണം എന്നുള്ളൊരു പ്രതീകമാണിത്. ഒരു വിജയത്തിൻ്റെ ഒരു വുമണാണിത് 6 ഓഫ് വാൻസ്. ദ സ്റ്റാർ വന്നിരിക്കുന്നത് നിങ്ങളൊരു സ്റ്റാറായിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, ഇവിടെ 8 സ്റ്റാർ ഉണ്ട്, ഒന്ന് വലുതാണ്. പക്ഷേ 7 സ്റ്റാർ 7 ഓഫ് സ്റ്റാർ അതിനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നു. അതിനെ സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ 7 വർണ്ണങ്ങൾ, 7 ചക്രാസ്, ഇതിനൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ദ സ്റ്റാർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റാറാണെന്നും നിങ്ങളിൽ മിതത്വമുണ്ടെന്നും നിങ്ങളിൽ ആണ് അവർക്കൊരു പൂർണ്ണത, അതാണ് അവർ ഇവിടെ കാണുന്നത്, അവർ മനസ്സിലാക്കിയെടുത്തതും അതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ റീഡിങ്. റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വാച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.